ആ 2022 ഇവിടുത്തെ മാതാവിനെക്കുറിച്ച് ഞാൻ അറിയുകയും ഇവിടെ വരണമെന്ന് ഒരുപാട് ആഗ്രഹിക്കുകയും ചെയ്തു. പക്ഷേ ഒരു കാരണവശാലും വരാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 2023 മെയ് മാസത്തെ എൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വരികയും ഞങ്ങളവിടെ ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായി, മതിലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോഴേ എനിക്ക് ഇവിടെ വരണമെന്നുണ്ട്. എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളോ ഒന്നും അറിഞ്ഞുകൂടാ. ഉടമ്പടിയെക്കുറിച്ചൊക്കെ പറയും ആൾക്കാർ, അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ വീട്ടിൽ ഇരുന്ന് പറയാണ്, മതിൽ കെട്ടുന്നത് ഒരു തടസ്സമില്ലാതെയും ഒരു പ്രശ്നവും ഇല്ലാതെയും നടന്നാൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാം എന്ന് പറയുകയുണ്ടായി. പിറ്റേ ദിവസം തന്നെ തർക്കം തീരുകയും ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറഞ്ഞ് നിങ്ങൾ മതിൽ കെട്ടിക്കോ, കുഴപ്പമില്ല, ഞങ്ങളുടെ വീട്ടിൽ വന്ന് പറയുകയും ചെയ്തു. ഞാൻ ആ മാസം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ആദ്യത്തെ ഉടമ്പടി വെച്ചിരുന്നത് എൻ്റെ ഹസ്ബൻഡിനൊരു നല്ലൊരു വിസ തരണമെന്നായിരുന്നു. അങ്ങനെ ആ വിസ 6 മാസം കാലഘട്ടത്തിൽ എനിക്കൊരു ഫെബ്രുവരി മാസമാകുമ്പോൾ എനിക്ക് ആ വിസ തരണമെന്നായിരുന്നു ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. ആ മാസം തന്നെ എനിക്ക് വിസ തരികയും ചെയ്തു. അങ്ങനെ ആ വിസയുടെ സംബന്ധമായി മെഡിക്കൽ ടെസ്റ്റിന് പോയപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് BP കൂടുതലാണെന്ന് അറിഞ്ഞ് ബുധനാഴ്ച VPയുടെ ഗുളികയും കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് VPയുടെ ഗുളിക കഴിച്ചപ്പോൾ ട്രാവൽസ് ഏജൻസി എന്നെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് ഇവിടെ ട്രാവൽസിൽ വരണം എന്ന്. ഞാൻ പോയപ്പോൾ എൻ്റെ ഒരു തുണ്ട് തന്നിട്ട് പറഞ്ഞു, കാർഡിയോ മെഡിക്കൽസിനെ കാണിക്ക എഴുതിയിട്ടിരിക്കുകയാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് നാളെ തന്നെ 11 മണിക്ക് മുന്നേ അവിടെ എത്തണം. ആറ്റുകൾ പൊങ്കാലായതുകൊണ്ട് അവിടെ ട്രാഫിക് ആയിരിക്കും, എന്നാലും നിങ്ങൾ പോവാതിരിക്കരുത്, നിങ്ങൾ പോയി ഇതെന്താണെന്ന് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാർഡിയോ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് പേടിക്കുമല്ലോ, ഹാർട്ടിൻ്റെ പ്രശ്നമല്ലേ. എന്നാലും ഞാൻ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ച്, എനിക്കറിയില്ല ഇതെന്താണെന്ന്. എൻ്റെ ഭർത്താവ് വിദേശത്ത് പോയില്ലെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് വേറെ ഒരു പ്രശ്നം ഉണ്ടാവരുത്, ആരോഗ്യം നന്നായിട്ടിരുന്നാൽ മതി അവർക്ക് എന്നാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത്. എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞില്ല ഇതൊന്നും, എന്നോട് പറഞ്ഞതൊന്നും. അന്ന് ഹസ്ബൻഡ് നൈറ്റ് ജോലി ഉണ്ടായിരുന്നു വീട്ടിനടുത്ത്. അപ്പോൾ അവർ പോയിട്ട് വന്നപ്പോൾ ഞാൻ ഇതുപോലെ പോകാൻ പറഞ്ഞു. എന്ത് കാരണമെന്ന് അറിഞ്ഞുകൂടാ, ട്രാവൽസിലൊന്ന് വിളിച്ചു, ഇത്ര മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ജൂബിലി ഹോസ്പിറ്റലിൽ കാർഡിയോ കാണിക്കാൻ പറഞ്ഞു. അവിടെ പോയപ്പോൾ അവർ ECG ഒക്കെ എടുത്തു. ECGയിൽ നല്ല വേരിയേഷനുണ്ട്, എക്കോയിൽ നല്ല ഹാർട്ടിൻ്റെ വലിപ്പമുണ്ട്, കട്ടിയും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒത്തിരി ഇവിടെ നിന്ന് പോയപ്പോഴേ ഉടമ്പടി തൈലവും ഉപ്പും അവർക്ക് കൊടുത്ത് ആണ് കൊണ്ടുപോയത്. പിന്നെ എനിക്ക് അച്ഛൻ തന്ന കാശ് രൂപവും പിന്നെ വേറെ ഒരു കാശ് രൂപം ഉണ്ടായിരുന്നു. അവരെ പോക്കറ്റിൽ ഒരു കാശ് രൂപം ഇട്ട് ഞാനും ഒരു കാശ് രൂപവും വെച്ചിരുന്നിട്ടുണ്ടായിരുന്നു. ആശുപത്രിയിൽ അവിടെ ഇതിങ്ങനെ പറഞ്ഞ് ഇവരെ ഒരു TMT ടെസ്റ്റും കൂടെ ചെയ്യണം, എങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ടെസ്റ്റിന് ഹസ്ബൻഡിനെ ആശുപത്രിക്കകത്ത് ടെസ്റ്റിന് കയറ്റി ഞാൻ പുറത്തിരുന്ന് എൻ്റെ ഫോണിലാണെങ്കിൽ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഞാൻ ഫ്രണ്ടിലിട്ടിരിക്കുന്ന മാതാവിൻ്റെ ഫോട്ടോയാണ്. ആ ഫോട്ടോയിലും ഇടത്തെ കൈ വെച്ച് ഞാൻ മാതാവിനെ നോക്കി പ്രാർത്ഥിക്കും. കാശ് രൂപവും വലത്തെ കയ്യിൽ പിടിച്ചിട്ട് അവർക്കൊന്നും വരുത്തില്ല എൻ്റെ മാതാവേ, എനിക്ക് വേറെ ആരുമില്ല, എനിക്കൊരു പപ്പ പോലും അങ്ങ് മാതാവ് എനിക്ക് തന്നിട്ടില്ല, എനിക്ക് അവരെ തരണം. വേറെ ഒന്നും ഞാൻ വേണമെങ്കിൽ ജോലിക്ക് പോയി അവരെ നോക്കാം, അവർക്കൊന്നും വരുത്തില്ലെന്ന് മാത്രമേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അവിടെ ഇരുന്ന് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. പുറത്ത് വന്നപ്പോൾ എൻ്റെ ഭർത്താവ് നല്ല സന്തോഷത്തോടെ വരെയാണ്. എൻ്റെ ഭർത്താവ് തന്നെ അവരോട് അവിടെ ടെസ്റ്റ് ചെയ്തവരോട് ചോദിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടോ. അപ്പോൾ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്ന്. എന്നാൽ എനിക്ക് ടെൻഷൻ തന്നെ. ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ പറഞ്ഞ് ഒരു കുഴപ്പമില്ല, ഈ എക്കോയിൽ നല്ല കട്ടി ഉണ്ടായിരുന്നു. അപ്പം എന്നോട് ചോദിച്ചു വീട്ടിൽ ആർക്കെങ്കിലും അറ്റാക്ക് വന്നിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അച്ഛന് 2 പ്രാവശ്യം അറ്റാക്ക് വന്നിട്ടുണ്ട്, അവരമ്മയ്ക്കും ഹാർട്ടിന് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതുകൊണ്ട് ആ ഒരു പേടിയെല്ലാം ഉണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, ഇയാൾക്ക് വിദേശത്ത് പോയി എന്ത് ജോലിയും ചെയ്യാം, നിങ്ങളൊന്നും കൊണ്ടും പേടിക്കണ്ട എന്ന് പറഞ്ഞു. അടുത്തതായിട്ട് ഞാൻ വെച്ച ഉടമ്പടിയാണ് എൻ്റെ അമ്മയുടെ മുട്ടുവേദന. 1 വർഷം കൊണ്ട് അമ്മയ്ക്ക് നന്നായിട്ട് നടക്കാനും പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റൂലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ 3 പേരാണ്, ഞങ്ങൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ ഒരു ആശ്രയത്തിന് ഓടിപ്പോവാനും. എന്തുണ്ടെങ്കിലും ഞാൻ മാതാവിൻ്റെയോട് പറഞ്ഞു, മാതാവേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് നീ മാതാവിനെ നോക്കി ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ, എനിക്ക് ഓടിപ്പോയി സങ്കടം പറയാം, എനിക്ക് എൻ്റെ ഈ അമ്മയെ പോലെയാണ് ആ അമ്മയും, അമ്മയെ പോലെയാണ് ഈ അമ്മയും, അവർക്കൊന്നും വരുത്തില്ല. ആ മുട്ടുവേദന, അവർ നന്നായിട്ട് നടക്കണം, അവരെന്നും പറയും എനിക്ക് വയ്യ, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ പോകുമ്പോൾ സങ്കടം പറയും. അങ്ങനെ എൻ്റെ അമ്മയുടെ വീട്ടിലാണ്, ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. എൻ്റെ അമ്മ എൻ്റെ വീട്ടിൽ ഒരു ദിവസം വന്നപ്പോൾ അമ്മ പറഞ്ഞത് ഓട്ടോ വിളിച്ചാണ് പറഞ്ഞത്, അമ്മയ്ക്ക് ബസ്സിലൊന്നും കയറാൻ പറ്റൂല.
വന്നപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന തൈലവും എല്ലാം അമ്മയുടെ മുട്ടിലിട്ട് ഈ ഉപ്പും അമ്മയ്ക്ക് കൊടുത്താണ് വിട്ടത്. ഞാൻ വീട്ടിൽ പോകുമ്പോഴും ചിലപ്പം തൈലം കൊണ്ടുപോയി അമ്മയുടെ മുട്ടിൽ പുരട്ടി കൊടുത്തിട്ട് ഞാൻ തൈലവും കൊണ്ടുവരും. ഇപ്പം എൻ്റെ അമ്മ നന്നായിട്ട് നടക്കുന്നുണ്ട്, അമ്മ ജോലിക്ക് പോകുന്നുണ്ട്, അമ്മയ്ക്ക് ഒരു പ്രശ്നവും ഇല്ല. അടുത്തതായിട്ട് പറയാനുള്ളത് എൻ്റെ മക്കളുടെ അസുഖത്തിനെ കുറിച്ചാണ്. എൻ്റെ പൊടി മോനാണെങ്കിൽ നല്ല ശ്വാസം മുട്ട്, എപ്പോഴും ശ്വാസം മുട്ടാണ്. ഒരാഴ്ച അവൻ സ്കൂളിൽ പോവുമെങ്കിൽ പിന്നെ ശ്വാസം മുട്ട് രാത്രി അവന് ഉറങ്ങാൻ പറ്റൂല. ഞാൻ തോളിലിട്ട് നോക്കും. അപ്പോൾ ഹസ്ബൻഡ് നാട്ടിലില്ല, ഗൾഫിലാണ്, ആരുമില്ലാത്ത അവസ്ഥ. അങ്ങനെ ഇവിടെ വന്ന് അവൻ്റെ ശ്വാസം മുട്ട് മാറ്റണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ ഈ നിമിഷം വരെ അവന് ശ്വാസം മുട്ട് വന്നിട്ടില്ല. ചെറിയ ജലദോഷം, പനി ഇങ്ങനെയൊക്കെ വരും. ആ ശ്വാസം മുട്ട് ഇന്നേ വരെ എൻ്റെ അമ്മ മാതാവ് തന്നിട്ടില്ല. അങ്ങോട്ട് ഇതുപോലെ ആയിരിക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ അമ്മ മാതാവിന് ഒരുപാട് നന്ദി. അടുത്ത് ഞാൻ എൻ്റെ വീട്ടിനടുത്തൊരു അമ്മച്ചി സുഖമില്ലാതെ കിടക്കുമായിരുന്നു. അപ്പോൾ ആ ചേച്ചിയുടെ അമ്മയ്ക്ക് അമ്മയുടെ മോക്കൊരു ഹാർട്ടിൻ്റെ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സർജറി കഴിഞ്ഞ് ആ ചേച്ചി എന്നെ വിളിക്കും. അമ്മയ്ക്ക് അവിടെ ഒരു വീട്ടു ജോലിക്ക് ഒരാൾ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചി ആശുപത്രിയിലോട്ട് പോകുമ്പോഴത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ ജോലി ഒന്നും ക്ലിയർ ആവാൻ പറ്റില്ല. അപ്പോൾ എന്നെ ഒന്ന് വിളിക്കും, സഹായിക്കുമോ വന്ന്. ഞാൻ പറയാം വന്ന് സഹായിക്കാൻ ചോദിച്ചു. അവർ പൈസയ്ക്കാണ് വിളിക്കുന്നത്, പക്ഷെ ഞാൻ പൈസ വാങ്ങിക്കില്ല. എന്നെക്കൊണ്ട് കഴിയും പോലെയെല്ലാം ഞാൻ അവർക്ക് സഹായിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ വേറെ 2-3 വീടുകളിൽ ഞാൻ പോയിട്ടുണ്ട്. എന്നെക്കൊണ്ട് കഴിയും പോലെ പാവങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും കൊടുത്ത് സഹായിക്കുകയും ചെയ്യും. ഇത്രയും സാധിച്ചു തന്ന എൻ്റെ അമ്മ മാതാവിന് ഒരുപാട് നന്ദി. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കിരുന്നായിരുന്നു എൻ്റെ വീട്ടിൽ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മക്കൾ വരെ 2 പേര് 2 സൈഡിലിരിക്കും. ഞാൻ മുട്ടുകുത്തി, എൻ്റെ 2 മക്കളും മുട്ടുകുത്തി പ്രാർത്ഥിക്കും. പക്ഷേ എൻ്റെ ഭർത്താവ് എൻ്റെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ എന്നോട് പറയും, എൻ്റെ ഹസ്ബൻഡ് CSI ചർച്ചിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോഴേ അവർ പറയും ജപമാല പ്രാർത്ഥിക്കണ്ട, 2 പാട്ടും പാടി ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പോകാം, അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം. അപ്പം ഞാൻ ഒന്നും മിണ്ടൂല. ഞാനും എൻ്റെ പിള്ളേരും പോയിരുന്നു പ്രാർത്ഥിക്കുക. എൻ്റെ ഹസ്ബൻഡ് വരേയില്ലായിരുന്നു. ഞാൻ ഇപ്പോൾ ഈ പ്രശ്നം വന്നതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് ആദ്യം വരും പ്രാർത്ഥനയ്ക്ക്. ഇപ്പോൾ ബൈബിൾ വായിക്കും അവർ. എനിക്ക് ബൈബിൾ വായിച്ച് എൻ്റെ മൂത്ത മോനും ബൈബിൾ വായിക്കും. അല്ലെങ്കിൽ എൻ്റെ മക്കൾ പറയും പപ്പ ബൈബിൾ വായിരും, എന്ത് പപ്പ. അല്ലെങ്കിൽ എൻ്റെ മക്കൾ പോയി വിളിച്ചിട്ട് വരും, വാ അമ്മ പറയണ കണ്ടില്ല പപ്പ വാ എന്ന്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പകലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ഒറ്റയ്ക്ക് 53 മണി ജപം ഞാൻ ഒറ്റയ്ക്കിരുന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് പ്രാർത്ഥനയിൽ കൂടെ.